രാജ്യത്തെ ആദ്യ ഡ്രൈവറില്ലാത്ത മെട്രോ ട്രെയിൻ ദില്ലിയിൽ ഓടിത്തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്ത ട്രെയിൻ 38 കിലോമീറ്റർ നീളമുള്ള മജന്ത ലൈനിൽ വെസ്റ്റ് ജനക്പുരി സ്റ്റേഷനും ബൊട്ടാനിക്കൽ ഗാർഡൻ സ്റ്റേഷനും ഇടയിലാണ് ഓടുന്നത്. 2025ഓടെ രാജ്യത്തെ 25 നഗരങ്ങളിലേക്ക് മെട്രോ സർവീസുകൾ എത്തുമെന്ന് വെർച്വൽ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ യാത്ര ചെയ്യുന്നതിനായി നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് സർവീസും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. മെട്രോകളുടെ വികസനത്തിന് ഡ്രൈവറില്ല മെട്രോ ട്രെയിൻ ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഡ്രൈവർലെസ് ട്രെയിനുകളുടെ പ്രവർത്തനം DMRCയുടെയും രാജ്യത്തിന്റെയും റെയിൽ വികസനത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ഈ മെട്രോ ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഹൈടെക് ക്യാമറകളും സെൻസിംഗ് ഡിവൈസുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഏകദേശം മണിക്കൂറിൽ 35 കിലോമീറ്ററാണ് ശരാശരി വേഗത. 6 കോച്ചുകളുള്ള ഡ്രൈവറില്ല ട്രെയിനിൽ നിരവധി അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട്. എമർജൻസി സാഹചര്യങ്ങളിൽ പാസഞ്ചർ അലർട്ട് റെഡ് ബട്ടൺ അമർത്തി വണ്ടിയുടെ ഫുട്ടേജ് കൺട്രോൾ റൂമിലേക്ക് അയക്കാം. ഓരോ കോച്ചിലും 4 പാസഞ്ചർ അലർട്ട് ഡിവൈസ് ബട്ടണുകളുണ്ട്. പ്രധാന കോച്ചിന് താഴെയുള്ള ട്രാക്കിനെ അഭിമുഖീകരിക്കുന്ന ഭാഗത്ത് ഒബ്സ്ട്രക്ഷൻ ഡിറ്റക്ഷൻ ഡിവൈസ് ഉണ്ട്. ഈ ഉപകരണത്തിന് ഒരു സെൻസറിലൂടെ വലിയ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ട്രെയിൻ നിർത്തേണ്ട ആവശ്യം വന്നാൽ നിർത്തും. തടസ്സം വളരെ ചെറുതാണെങ്കിൽ അത് നീക്കം ചെയ്ത് മുന്നോട്ടു പോകാനും കഴിയും. ഓപ്പറേഷൻസ് കൺട്രോൾ സെന്റർ ആണ് ട്രെയിനിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ട്രെയിനുകൾ പ്രവർത്തനങ്ങളിൽ മനുഷ്യരുടെ ഇടപെടൽ കുറയ്ക്കുകയും യാത്രക്കാർക്ക് കൂടുതൽ വിശ്വാസ്യതയും സുരക്ഷയും വാഗ്ദാനം ചെയ്യുകയും ചെയ്യും. ക്രൂവിന്റെ ലഭ്യതയെ ആശ്രയിക്കാതെ തന്നെ ട്രെയിനുകളുടെ എണ്ണം ആവശ്യാനുസരണമാക്കാൻ കഴിയുമെന്ന് ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷൻ പറഞ്ഞു. ഡൽഹി മെട്രോയുടെ എയർപോർട്ട് എക്സ്പ്രസ് ലൈനിൽ യാത്ര ചെയ്യുന്ന രാജ്യത്തിന്റെ ഏത് ഭാഗത്തു നിന്നുമുള്ള യാത്രക്കാർക്കും അവരുടെ NCMC കംപ്ലയന്റ് റുപേ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാൻ കഴിയും. ഷോപ്പിംഗ്, ബാങ്കിംഗ് ഇടപാടുകൾക്കും ഇതേ കാർഡ് ഉപയോഗിക്കാം. 23 ബാങ്കുകളിൽ നിന്നുള്ള ഇടപാടുകൾ ഈ റുപേ ഡെബിറ്റ് കാർഡ് വഴി സാധ്യമാകുന്നതാണ് DMRCയുടെ സിസ്റ്റം.